കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് PSC വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിരിക്കുകയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2/9/2026 ആണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 089/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും. ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ആധാർ കാർഡ്, അതുപോലെ ഫോട്ടോ ഇതൊക്കെ നൽകിക്കൊണ്ട് PSCന്റെ സൈറ്റിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമായിട്ട് PSCന്റെ സൈറ്റ് വഴി അപേക്ഷിക്കാം. അപ്പോൾ ഇപ്പം വന്നിട്ടുള്ളത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 43,600 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ നിലവിൽ 3 വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വേക്കൻസി വിലയിരുത്തി അപേക്ഷിക്കാതിരിക്കേണ്ട, യോഗ്യതയുണ്ട്, താല്പര്യമുണ്ട്, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ബിക്കോസ് ഓഫ് PSC ആണ്, നമ്മുടെ PSC ആണ് സംഭവം. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുന്ന സമയത്തേക്ക് തീർച്ചയായിട്ടും വേക്കൻസി മേ ബി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇത് എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം. 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. SC STക്ക് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവ് ഏജിൽ നിന്ന് ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് SC STക്ക് 45 വരെയും OBCക്ക് 43 വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കും. ഈ യോഗ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡിപ്ലോമ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓർ ദി ആബ്സെൻസ് ആണ് പറഞ്ഞത് കേട്ടോ. ഇവരുടെ ഡിപ്ലോമക്കാരുടെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് 18 മാസത്തെ ഇതോടുകൂടി 18 മാസത്തെ ഒരു കോഴ്സാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. മിനിമം 18 മാസത്തെയെങ്കിലും മിനിമം ഒരു കോഴ്സ് നിങ്ങൾ ITI ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ കൂടെ അപ്രന്റീഷിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ 2 യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ആദ്യത്തെ യോഗ്യതയുടെ ആബ്സെൻസിൽ മാത്രമേ രണ്ടാമത്തെ വരെ പരിഗണിക്കൂ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും സമാന മേഖലയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ PSCന്റെ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.